ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ റിമാൻഡ് നീട്ടി. 14 ദിവസത്തേക്കാണ് തന്ത്രിയെ റിമാൻഡ് ചെയ്തത്. കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് നടപടി. പത്തനംതിട്ട തിരുവല്ലയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ഇഡിയുടെ പരിശോധന. നെടുമ്പറമ്പിൽ ഫൈനാൻസിയേഴ്സിലും ഉടമ NM രാജുവിന്റെ വീട്ടിലുമാണ് ഇഡി റെയ്ഡ് നടത്തിയത്. ഇവിടെ തന്ത്രി കണ്ഠരര് രാജീവര് 2.5 കോടി രൂപ നിക്ഷേപിച്ചിരുന്നു. എന്നാൽ പണം നഷ്ടമായത് സംബന്ധിച്ച് തന്ത്രി പരാതി നൽകിയിരുന്നില്ല. രാവിലെ 10 മണിയോടുകൂടിയാണ് ഇഡി ഉദ്യോഗസ്ഥർ തിരുവല്ലയിലെ നെടുമ്പറമ്പിൽ ഫിനാൻസ് എന്ന സ്ഥാപനത്തിൽ പരിശോധന ആരംഭിച്ചത്. എന്തായാലും ഈ പരിശോധനയുടെ പ്രധാന കാരണം തന്ത്രി രാജീവ് കണ്ഠരര് 2.5 കോടി രൂപ ഈ സ്ഥാപനത്തിൽ നിക്ഷേപിച്ചെന്ന ഒരു സംശയമുണ്ട്. ഈ സംശയം CPM നേരത്തെ ഉന്നയിച്ചിരുന്നു. കാരണം ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് ലഭിച്ച പണം ഇവിടെ നിക്ഷേപിച്ചെന്നുള്ള ആരോപണം CPM ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പരിശോധന കൃത്യമായി ഈ 2.5 കോടി രൂപ ഇവിടെ നിക്ഷേപിച്ചതിന് ശേഷം പിന്നീട് ഈ നെടുമ്പറമ്പിൽ ഫിനാൻസ് പൂട്ടിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം നിക്ഷേപരെല്ലാം ഇത് സംബന്ധിച്ച് പരാതി നൽകുകയും ചെയ്തു. പക്ഷേ തന്ത്രി മാത്രം ഇത് സംബന്ധിച്ച് ഈ കണ്ഠരര് രാജീവര് മാത്രം ഇത് സംബന്ധിച്ച് ഒരു പരാതിയും ഉന്നയിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ പണം എവിടുന്ന് ലഭിച്ചു എന്നുള്ള കണ്ടെത്തുക എന്നുള്ള ഒരു പരിശോധനയാണ് പ്രധാനമായും ഇഡി നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധന രാവിലെ തൊട്ട് തുടരുകയാണ്. നിലവിൽ NM രാജുവിൻ്റെ ഈ നെടുമ്പറമ്പിൽ ഫിനാൻസിലും തിരുവല്ലയിലും സമീപ പ്രദേശ ഫിനാൻസുകളിലും പരിശോധന നടത്തുമെന്നൊരു സൂചനയുണ്ട്. നിലവിൽ NM രാജുവിൻ്റെ വീട്ടിലും ഇഡി റെയ്ഡ് നടത്തുന്നുണ്ട്. എന്തായാലും രാവിലെ ആരംഭിച്ച പരിശോധന ഇപ്പോഴും തുടരുകയാണ്. എങ്ങനെ ഈ പണം 2.5 കോടി രൂപ തന്ത്രിക്ക് ലഭിച്ചു എന്ന് പറയുന്ന ഈ ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ എങ്ങനെ ലഭിച്ചു എന്നുള്ള ആണ് ഇത് പ്രധാനമായും കണ്ടെത്തുന്നത്. അത് പണം നഷ്ടപ്പെട്ടിട്ട് തന്ത്രി ഇത് സംബന്ധിച്ച് പരാതിയും ഉന്നയിച്ചിട്ടില്ല. ആ ഒരു കാര്യമാണ് ഒരു സംശയത്തിന് നിലയിൽ നിൽക്കുന്നത്. നിലവിൽ SIT ഈ കാര്യം നേരത്തെ ഉന്നയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് SIT നുള്ള വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിശോധന ഇഡി ഉദ്യോഗസ്ഥർ നടത്തുന്നത്. രാവിലെ തുടങ്ങിയ പരിശോധന ഈ സ്ഥാപനം ഇപ്പോൾ പൂട്ടിപ്പോയതാണ്. അവിടെ നിലവിലത്തെ സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥരുടെ പരിശോധന തുടരുകയാണ്. വീട്ടിലും ഈ NM രാജു ഈ സ്ഥാപനത്തിൻ്റെ ഉടമ NM രാജുവിൻ്റെ വീട്ടിലും ഇഡി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തും എന്നുള്ള കാര്യം നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ സമാനമായ രീതിയിൽ ഈ പണം നഷ്ടപ്പെട്ടിട്ടും തന്ത്രി എന്തുകൊണ്ട് ഇത് സംബന്ധിച്ചൊരു പരാതി ഉന്നയിച്ചില്ല എന്നുള്ളതാണ് പ്രധാനമായും ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെക്കുന്നത്. അത് SIT നേരത്തെ സൂചിപ്പിച്ചിരുന്നു. എന്തായാലും പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഒരുപക്ഷെ ഈ സ്ഥാപനത്തിലല്ല മറ്റെവിടെയെങ്കിലും സ്ഥാപനത്തിലാണോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കുന്നുണ്ട്. ഇത് കൃത്യമായി CPM ആണ് ആദ്യം ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചത്. CPM മുൻ ജില്ലാ സെക്രട്ടറി ഉദയഭാനുവാണ് ഈ സംബന്ധിച്ച് ഒരു പരാതി ഉന്നയിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പരിശോധന, വ്യാപകമായൊരു പരിശോധന ഫിനാൻസ് തിരുവല്ല കേന്ദ്രീകരിച്ചുള്ള ഫിനാൻസ് സ്ഥാപനങ്ങളിലേക്ക് ഒരു പരിശോധന നടത്താനാണ് ഇഡി ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ടും ആരോപണം ഉന്നയിച്ചിട്ടുള്ള ഈ സ്ഥാപനത്തിനെതിരെയാണ്. അപ്പോൾ ആ സ്ഥാപനത്തിലാണ് ഇപ്പോൾ പരിശോധന തുടരുന്നത്. നിലവിലുള്ള പരിശോധന ഇപ്പോഴും തുടരുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.